ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാരിയുടെ കൂട്ടുകാരി എലിസബത്ത് ആ സത്യം അറിയിക്കുകയാണ്. ഷാരിയോട് പറയുന്നുണ്ട്, നീ തന്ന 2 മുടിനാരിഴകളുണ്ടല്ലോ, അതില് ആ അമ്മയുടെ മകളല്ല, ആ മകൾ അത് രണ്ടും ഒന്നല്ല എന്ന് പറയുന്ന സമയത്ത് ഷാരി അത് വല്ലാതെ ഞെട്ടിപ്പോവുകയാണ്. അതേ സമയത്ത് എലിസബത്ത് പറയുന്നുണ്ട്, നീ ഒരിക്കലും ആ അമ്മയോട് ഈ സത്യം പറയാൻ നിൽക്കണ്ട, കാരണം ആ അമ്മയ്ക്ക് അതൊരു ഷോക്കായി മാറുമെന്നൊക്കെ പറയാണ്. ഷാരി അതൊക്കെ സമ്മതിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം തന്റെ കാറിലരികിൽ വെച്ച് തന്നെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. എന്തായാലും വല്ലാത്തൊരു കുറ്റബോധവും വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ തന്നെയാണ് ഷാരി പിന്നെയും മുന്നോട്ട് പോകുന്നത്. തന്നെ ഇത്രയും കൊല്ലം ജീവിച്ച ഭർത്താവ് തന്നെ ചതിച്ചിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളെ കൊല്ലാനുള്ള ദേഷ്യക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ വീണ്ടും നമ്മുടെ താര അവിടേക്ക് വരികയാണ്. സരയുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സരയു അകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഷാരി താരയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നീ പോകണം എന്നൊക്കെ വലിയ ഒരു ദേഷ്യമൊന്നും കാണിക്കാതെ ഒരു സഹതാപത്തോടു കൂടിയുള്ള പെരുമാറ്റമൊക്കെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കൈ കൂപ്പി നിന്നിട്ടാണ് പറയുന്നത്, നീ പോണം, നീ എൻ്റെ ഈ മകളെ ആവശ്യപ്പെട്ട് ഇനി ഇവിടേക്ക് വരരുത്, നീ പോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സരയുവാണെങ്കിൽ അവിടെ വിക്രത്തിന്റെ അമ്മൂമ്മയെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടായിരിക്കും ആ സമയത്ത്. അപ്പോൾ വിക്രത്തിന്റെ അമ്മൂമ്മ ഈ ഒരു കാഴ്ച കാണുകയാണ്. അമ്മൂമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവര് തമ്മിൽ എന്തോ കാര്യമുണ്ട്, ഇവര് എന്തിനാണ് ഷാരി അവളെ തൊഴുത് നിൽക്കുന്നത്, അതിലെന്തൊക്കെയോ ഒരു കാര്യമുണ്ടെന്ന് മൂങ്ങാമുത്തശ്ശി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സത്യം മൂങ്ങാമുത്തശ്ശി അറിയാനൊക്കെ വളരെയേറെ സാധ്യത കൂടുതൽ. അതിനുശേഷം ഷാരിയെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ പണം തട്ടാനുള്ള അവസരങ്ങളൊക്കെ തന്നെ പണം മുതലാക്കുകയും ചെയ്യുന്നുണ്ട് മൂങ്ങാമുത്തശ്ശി. സത്യം പുറത്ത് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമ്മൾ ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.